നമ്മൾ ഇന്ത്യക്കാർക്ക് പ്രവേശനമില്ലാത്ത ഇന്ത്യയിലെ തന്നെ ഒരു ഐലൻഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതുപോലെ തന്നെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ജീവനോടെ തിരിച്ചു വരും എന്നുള്ള കാര്യത്തിൽ പോലും ഉറപ്പില്ല. ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് സമൂഹത്തിലെ ഒരു ഐലൻഡാണ് ഈ നോർത്ത് സെന്റിനൽ ഐലൻഡ് എന്ന് പറയുന്നത്. അവിടെയാണ് സെന്റിനൽസ് എന്ന് പറഞ്ഞ ഗോത്രം താമസിക്കുന്നത്. ഏകദേശം 50-500 ഇടയ്ക്കുള്ള ഒരു സംഖ്യയിലെ ആൾക്കാർ താമസിക്കുന്നതാണ് റിസോർച്ച് പോകുന്നത്. കറക്റ്റ് കണക്കറിയില്ല. അതുപോലെ തന്നെ അവിടെ ഒരു ഭാഷ, കൾച്ചർ തുടങ്ങിയ എല്ലാ കാര്യത്തിലും ഒരു മിസ്റ്ററി ആയിട്ട് തന്നെയാണ് തുടർന്നത്. ആകെ അറിയുന്ന കാര്യം അവരിപ്പോൾ ഒരു 6000 വർഷങ്ങൾക്ക് പുറകിലാണ്. അതുപോലെ തന്നെ അവരിപ്പോഴും ഇലയും തോലൊക്കെയാണ് അവരെ വസ്ത്രം മറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ആ കാടിൽ നിന്ന് അവർ പുറത്ത് വരുന്നത് മീൻ പിടിക്കാൻ വേണ്ടി മാത്രമാണ്. ഈ കാലത്ത് തന്നെ അവർക്ക് ഈ ലോകത്തിന് പുറത്തൊരു വലിയൊരു ലോകമുണ്ടെന്നുള്ള കാര്യം അവർക്കറിയാം. അതുപോലെ തന്നെ അവർ ഇന്ത്യയിലാണ് താമസിക്കുന്നതെന്നുള്ള കാര്യം പോലും അവർക്കറിയില്ല. 1751 ഈ ഗോത്രത്തെക്കുറിച്ച് ആദ്യമായിട്ട് സൂചന കിട്ടുന്നത്. ആ സമയത്ത് ഒരു ബ്രിട്ടീഷ് കപ്പൽ അതിലെ പോയപ്പോൾ ഒരു ലൈറ്റ് കണ്ടതായിട്ടും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ കപ്പൽ അവിടെ നിർത്താത്തതുകൊണ്ടെന്ന് അവർ കുറെ കാലം കൂടി നിഗൂഢമായിട്ട് തന്നെ നിന്നു. എന്നാൽ 1867 ആയപ്പോഴത്തേക്ക് ഒരു ബ്രിട്ടീഷ് കപ്പൽ അവിടെ ചെല്ലുകയും അവിടെ പോയപ്പോൾ ഒരു ഗോത്രത്തെ കാണും. എന്നാൽ അവർക്കത് അത്ര വലിയ കൗതുകം അല്ലാത്തതുകൊണ്ട് തന്നെ സാധാരണ അവർ കൊളനൈസ് ചെയ്യാൻ ചെയ്യുന്ന അതേ പ്രവൃത്തി തന്നെയാണ് ഇവിടെയും ചെയ്തത്. തുടർന്ന് കുറച്ചുപേരെ പിടിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഏകദേശം 6 പേരോളെയാണ് പിടിച്ചുകൊണ്ടുപോയത്. എന്നിട്ട് പ്ലോട്ട് പേരിൽ താമസിപ്പിക്കുകയും ചെയ്തു. ആ സമയത്ത് ഏകദേശം 5000 മുതൽ 8000 ആൾക്കാർ വരെ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഈ പിടിച്ചുകൊണ്ടവര് അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ കാലാവസ്ഥ അവർക്ക് ശരിയാവാത്തതുകൊണ്ട് മരണപ്പെടുകയാണ് ചെയ്തത്. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് പണി പാളി എന്നുള്ളത്. അവസാനം ബാക്കിയുള്ളവരും മരിച്ചു എന്നുള്ള ഒരു പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവർ തിരിച്ച് ഐലൻഡിലേക്ക് കൊണ്ടാക്കുകയാണ് ചെയ്തത്. എന്നാൽ ഈ പ്രവൃത്തി കൊണ്ട് പിന്നെ അവരൊരൊറ്റ മനുഷ്യക്കൂട്ടിനെ പോലും ആ ഐലൻഡിലേക്ക് അടുപ്പിച്ചില്ല. ആരെങ്കിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ആക്രമിക്കുകയാണ് അവർ ചെയ്തത്. എന്നാൽ ഇതുവരെ ആരും സെന്റിനൽസ് ആയിട്ട് കോൺടാക്ട് ചെയ്തില്ല എന്നല്ല. 1991 അന്നത്തെ ആസ്ട്രോളജിക്കൽ സർവേയുടെ ഡയറക്ടർ ആയിരുന്ന TN പണ്ഡിറ്റ് ആ സെന്റിനൽ ഐലൻഡ്സിൽ പോയിട്ടുണ്ട്. അന്ന് അദ്ദേഹത്തിന് സഹായിച്ചത് തേങ്ങകളും ഇരുമ്പുകളായിരുന്നു. കാരണം ഇവർക്ക് ഈ 2 സാധനങ്ങളും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ ഐലൻഡിൽ അത് ലഭിക്കില്ലായിരുന്നു. ആ കാരണം തന്നെ തേങ്ങ പൊക്കി കാണിച്ചപ്പോൾ അവരെ സെന്റിനൽസിൽ സ്വാഗതം ചെയ്യും. ഈ റിവാർഡുകൾ അവരെ ശേഖരിക്കുകയും ചെയ്തു. എന്ന് വെച്ച് അദ്ദേഹം ഐലൻഡിൽ കുറെ നേരം നിന്നില്ല, ജസ്റ്റ് അവരെ കണ്ടു വരികയാണ് ചെയ്തത്. എന്നാൽ 1997 ആയപ്പോഴത്തേക്ക് ഇന്ത്യൻ ഗവൺമെന്റ് അവിടത്തേക്കുള്ള എല്ലാ മൂവ്മെന്റ്സുകളും നിർത്തിവെക്കുകയാണ് ചെയ്തത്. അതിന് കാരണമായിട്ട് പറയുന്നത് ഈ സെന്റിനൽസുകൾ നമ്മളെ അത്ര ഇമ്മ്യൂൺ കേപ്പബിലിറ്റി ഇല്ലാത്തവരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആരെങ്കിലും അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ ശരീരത്തിലുള്ള വൈറസ് ബാധിച്ച് അവർ മരണപ്പെടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അവർക്ക് പുറം ലോകമായിട്ട് ഒരു തരത്തിലുള്ള കോൺടാക്റ്റും താല്പര്യമില്ല. ഇപ്പൊ ആരെങ്കിലും സെന്റിനൽ ഐലൻഡ്സിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ തന്നെ പിന്നെ ജീവിതകാലം മൊത്തം ജയിലിൽ കിടക്കേണ്ട അവസ്ഥയാണ്. എന്നാൽ ഇങ്ങനെ റൂൾസുകൾ ഉണ്ടെങ്കിൽ പോലും അതിനുശേഷം കുറെ ഇൻസിഡന്റുകൾ നടന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഇവന്റ് ആണ് 2018 26 വയസ്സായ അമേരിക്കക്കാരനായ ജോൺ അലൻ ചൗ എന്ന് പറഞ്ഞ അദ്ദേഹം ഇല്ലീഗലായിട്ട് സെന്റിനൽ ഐലൻഡ്സിൽ പോവുകയാണ് ചെയ്തത്. എന്നാൽ അദ്ദേഹത്തിന് സെന്റിനൽസ് നല്ല തോതിലല്ല സ്വീകരിച്ചത്. ഇതിനെ കണ്ടപ്പോൾ തന്നെ കൊന്നുകളയും അവിടെ കുഴിച്ചു മൂടുകയാണ് ചെയ്തത്. എന്നാൽ പോലും ഈ ഐലൻഡ് കൾച്ചറും എല്ലാം ഒരു മിസ്റ്ററി ആയിട്ട് തന്നെ തുടരുകയാണ്.